Hello, welcome back to Ladies Planet. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചെറുപഴം കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ട്ടോ. വെറും 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി എടുക്കാനും പറ്റും. ഇത് ഉണ്ടാക്കാനായിട്ട് വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ 5 ചെറുപഴം എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള ചെറുപഴമാണ് കേട്ടോ. അതൊന്ന് കട്ട് ചെയ്തിട്ട് പ്രഷർ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 3 ഏലക്ക ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പും 1/4 കപ്പ് വെള്ളവും ചേർത്തിട്ട് നമുക്ക് പ്രഷർ കുക്കർ മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. 2 വിസിൽ വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആവിയൊക്കെ പോയതിന് ശേഷം തുറക്കുമ്പോഴേക്കും ഇത് നല്ലപോലെ വെന്ത് കിട്ടും. അപ്പോൾ ഞാനിവിടെ ആവിയൊക്കെ പോയതിന് ശേഷം തുറന്നിട്ടുണ്ട്. കണ്ടോ, ഇതിൽ തന്നെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി ഒരു ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പശുവിൻ പാലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം ശർക്കര ഉരുക്കിയിട്ട് അതും ചേർക്കാം കേട്ടോ. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ ശർക്കര ചേർക്കുക. നിങ്ങൾ പശുവിൻ പാലാണ് എടുക്കുന്നതെങ്കിൽ പഞ്ചസാര ചേർക്കുക. ഒന്ന് ഇളക്കി എടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് അങ്ങോട്ട് തിളച്ച് പോകരുത് കേട്ടോ, തേങ്ങാപ്പാലല്ലേ. അപ്പോൾ ഇളക്കിയെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു ചെറുപഴം കൊണ്ടുള്ള സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികളൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും വേണമെന്ന് പറയുന്ന സമയത്ത് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്